ഈ ബ്രദറിന്റെ പേര് വിശ്വരൂപൻ എന്നാണ്. കായംകുളം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. കർത്താവ് ചെയ്ത 3 വലിയൊരു സൗഖ്യവുമായിട്ടാണ് ഇന്ന് പകൽക്കാലത്ത് ഈ ബ്രദർ നിൽക്കുന്നത്. ഒന്നാമതായി ഇവിടെ ചർച്ചിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ട് മകന് ഗൾഫിൽ ജോലി ലഭിക്കുവാനായിട്ട് ഇടയായി. രണ്ടാമത് ഇളയ മകൾക്ക് നേഴ്സിംഗിന് പഠിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും എന്നാൽ അതിനു വേണ്ടുന്ന സാമ്പത്തിക വഴികളില്ലാതെ വേണം ഇവര് വളരെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ചർച്ചിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വിളിക്കുകയും അങ്ങനെ ആ മകൾക്ക് ആ സാമ്പത്തിക വഴികൾ തുറന്നു കിട്ടി. മൂന്നാമതെന്ന് പറയുന്നത് ഇദ്ദേഹം ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുവാനായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാലിന് ആക്സിഡന്റ് പറ്റി ഒടിവ് ഇരിക്കുന്ന കാലായിരുന്നു. അപ്പൊ 2 കുട്ടികൾ സൈക്കിൾ കൊണ്ടുവന്ന് കാലിനകത്ത് ഇടിക്കുകയും കൊച്ചുങ്ങൾ സൈക്കിൾ കൊണ്ടിടിച്ചു. ഞാൻ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ 2 പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ കയ്യിൽ സാധനമുണ്ട്, റോഡ് ക്രോസ് ചെയ്ത കടയിലേക്ക് സാധനം കൊണ്ടുപോയി. അപ്പം ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഇവർ 2 പേര് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒറ്റയടി എൻ്റെ ഇടിച്ചു, സൈക്കിൾ ഇടിച്ചു. അതേ തുടർന്ന് ഭയങ്കര വേദനയായിരുന്നു. കാല് മടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞ ആശുപത്രി കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞ ആശുപത്രി ഒന്നും പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്ന് കസാര ഇട്ടിരുന്ന് പിന്നെ ഞാൻ കടയിൽ ചെന്ന് കാലുകൊണ്ട് കാല് കൈവച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് കിടക്കുമ്പോൾ ഒന്നും കൂടി പ്രാർത്ഥിച്ച് രാവിലെ ആകുമ്പോൾ ഒരു വേദനയും ഇല്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആ വിശ്വാസത്തിന് നന്ദി പറഞ്ഞു കർത്താവിനെ. താങ്ക് യു വെരി മച്ച്. ഈ മകളുടെ പേര് ലാവണ്യ എന്നാണ്. പരവൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. സെപ്റ്റംബർ മാസം അമൃത സൺഡേയില് ബ്രദർ ഇവളെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. എനിക്ക് ഓർമ്മയുണ്ട് ചെറുതായിട്ട് ഇവളെ വിളിച്ച് പ്രാർത്ഥിച്ചത്. ഇടത് കണ്ണിന് മങ്ങലും പഠിക്കുവാൻ കഴിയാതെ വണ്ണം ഭയങ്കര ഭാരത്തിലും പിന്നെ അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രദർ വിളിച്ച് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ നിമിഷത്തിൽ തന്നെ അവൾക്ക് സൗഖ്യം കർത്താവ് കൊടുക്കാൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ലാവണ്യ, നീ പറഞ്ഞേ, നീ എത്രല്ല പഠിക്കുന്നേ? എന്ത് വരുന്നു എന്റെ കണ്ണിന്റെ പ്രയാസം? മൈഗ്രെയിൻ വരുമായിരുന്നു. മുകളിൽ ഒരു കണ്ണിന് മങ്ങലും ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടും ഇല്ല, അലർജി മാറിപ്പോയി. ലാവണ്യ, കർത്താവ് തൊട്ടു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷം. അതോടൊപ്പം തന്നെ ബ്രദറെ, ഒരു കാര്യം കൂടെ ഉണ്ട്. ലാവണ്യയുടെ അമ്മയാണത്. കഴിഞ്ഞ സൺഡേയിൽ ഇവിടെ ഇങ്ങനെ സോളി സിസ്റ്റർ നിന്നിട്ട് പറഞ്ഞു, നടുവിന് വേദന ഉള്ളവര് വിശ്വാസത്താൽ എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അനേകം നാളുകളായി സിസ്റ്ററിന് നടുവിന് ഡിസ്കിന് പ്രോബ്ലം ആയിട്ട് ഇരിക്കുമായിരുന്നു. വിശ്വാസത്താൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ആ നടുവിന്റെ കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു സിസ്റ്ററിനെ? പ്രശ്നമുണ്ടായിരുന്നു. എനിക്ക് നിവർന്ന് കിടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ വന്നപ്പം സോളി സിസ്റ്റർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാനും കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. സിസ്റ്റർ ജോലി ചെയ്ത സ്കൂളിൽ തന്നെ അവരെ വിളിച്ച് സിസ്റ്ററിന് ജോലി കൊടുക്കുവാനായിട്ട് ഇടയായെന്നാണ് പറയുന്നത്. ജോലി എന്ന സ്കൂളിൽ വീണ്ടും ജോലി കൊടുത്തു. ഇദ്ദേഹം വേണ്ട എന്ന് വെക്കുവാനായിട്ട് ഇടയായി. ജോലി വേണ്ടാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കളഞ്ഞിട്ട് ഇനി പോരുന്നായിരുന്നു. അപ്പോൾ പോരുന്നതിന് ശേഷം പിന്നെ എനിക്ക് ഗവൺമെൻറ് സ്കൂളിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞാൻ പിന്നെ കുറേ പ്രയാസങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രതിസന്ധി വന്നതിൻ്റെ നടുവിലിരുന്ന് ഞാൻ പറയുന്നതൊന്നും ആരും കേൾക്കാത്ത രീതിയിൽ ഭയങ്കര വിഷമങ്ങളായി ഞാൻ ഇരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രതിസന്ധിയിൽ ഇടയ്ക്ക് വെച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാൻ കർത്താവിനോട് മുട്ടുകുത്തിയിട്ട് ഞാൻ കരഞ്ഞു, കർത്താവ് എൻ്റെ സങ്കടം നീയെങ്കിലും ഒന്ന് ഇറങ്ങി വന്ന് കേട്ട് എനിക്ക് വേണ്ടി സാമ്പത്തികത്തിനൊരു വഴിയൊരുക്കി തരണേന്ന് പറഞ്ഞ് എന്നെ ഈ വീട്ടിനകത്തുനിന്ന് എനിക്കൊന്ന് പുറത്തിറങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ ഡിപ്രഷനായി പോകുമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് കരഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ 4 വർഷമായിട്ട് എന്നെ വിളിക്കാത്ത ഒരു ടീച്ചർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച്, നീ എന്തൊടുക്കുവാണ്, വെറുതെ ഇരിക്കുകയാണെന്ന് ചോദിച്ചു. ഞാൻ തന്നെ അപ്പോഴും പറഞ്ഞ് 3 മാസത്തെ വേക്കൻസി ഉണ്ട്, ഞാൻ HMൻ്റെ നമ്പർ തരാം, വരണേന്ന് പറഞ്ഞു. അപ്പോഴും തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ HMനെ വിളിച്ച് അപ്പോൾ ചെന്നുടനെ തന്നെ അവിടെ ഇച്ചിരി പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും തരത്തില്ല എന്നുള്ള പ്രതിസന്ധി മറ്റേ വേറൊരു ടീച്ചേഴ്സൊക്കെ നടത്തിയെങ്കിലും കർത്താവിൻ്റെ കൃപയായിട്ട് അവിടെ എനിക്ക് 3 മാസത്തേക്ക് ജോലി ചെയ്തു. കർത്താവ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നീ തരുന്ന ദൈവമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ രാമേൻ പറഞ്ഞ്. ചോദിക്കുന്നത് നൽകുന്ന ദൈവമാണ്. നിന്റെ മകൾ ആഗ്രഹിച്ച ഗവൺമെന്റ് ജോലി നിന്റെ മകൾക്ക് ലഭിക്കട്ടെ. ഒരു നല്ല ആമേൻ പറ.